ഓപ്പറേഷൻ തുഫാൻ ശക്തമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുമ്പോൾ കർണാടകയോട് അതിർത്തി പങ്കിടുന്ന കാസർഗോഡ് ജില്ലയിലെ ഊടുവഴികളിലും അതിർത്തി പ്രദേശങ്ങളിലും പോലീസിന്റെ കർശന പരിശോധനകളൊന്നും തന്നെ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതിർത്തി കടന്നെത്തിയ ലഹരി സംഘങ്ങളെ പിടികൂടാൻ കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി തവണ കാസർഗോഡ് പോലീസ് കർണാടകയിലേക്ക് പോയിട്ടുണ്ട്. ജില്ലാ അതിർത്തിയായ തലപ്പാടിയിൽ നിന്നും അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലഹരി മാഫിയ സംഘങ്ങളുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ആഴ്ചകൾ പിന്നിടുമ്പോൾ വലിയ രീതിയിലുള്ളൊരു ഓപ്പറേഷൻ തൂഫാൻ കാസർഗോഡ് ജില്ലയിൽ നടന്നതായി റിപ്പോർട്ടുകളില്ല. എന്നാൽ അതേസമയം ഗ്രാമടിസ്ഥാനത്തിലുള്ള ചെറിയ തോതിലുള്ള ലഹരിയുമായി നിരവധി പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഈ രീതിയിൽ പോരാ കാസർഗോഡ് ജില്ലയിലെ ഓപ്പറേഷൻ തൂഫാൻ എന്ന അഭിപ്രായം ശക്തമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നമ്മൾ കണ്ടത് ചെറിയ തോതിൽ കുറച്ച് പേരെ മാത്രം പിടിക്കുകയും എന്നാൽ മദ്യവും മയക്കുമരുന്നും യഥേഷ്ടം നമ്മുടെ ജില്ലയിൽ ഇഷ്ടം പോലെ പ്രവഹിക്കുകയും ചെയ്യുന്നൊരു നിലയാണ് കാണുന്നത്. നമ്മളൊരു അതിർത്തി ജില്ലയാണ്. ഇപ്പോൾ തലപ്പാടി വഴിയായാലും അതുപോലെ തന്നെ തലപ്പാടി മുതൽ സുള്ളിയ വരെയുള്ള വിവിധ ഊടുവഴികളിലൂടെ ആയാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വരുന്നതിനെ പ്രതിരോധിക്കുന്നതിന് ഒരു നടപടിയും ഗവൺമെൻറ്റോ പോലീസോ സ്വീകരിച്ചതായി കാണുന്നില്ല. മാത്രമല്ല വൻകിട വിൽപ്പനക്കാരായി പലരും ഈ ജില്ലയിലെ പല ഭാഗത്തുമുണ്ട്. വലിയ രീതിയിൽ പോലീസിനെ വിന്യസിച്ച് പ്രത്യേകിച്ച് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ജില്ലയായതിനാൽ തലപ്പാടി മുതൽ സുള്ളിയ വരെയുള്ള വഴികളിൽ നിരവധി ഊടുവഴികളിലൂടെ ലഹരി മാഫിയ സംഘങ്ങൾ കടന്നു വരാനുള്ള സാധ്യത ഏറെയാണ്. അതിനാൽ പരിശോധനകൾ പോലീസിനെ വിന്യസിച്ച് കർശനമാക്കണമെന്ന ആവശ്യങ്ങൾ ശക്തമായി ഉയരുകയാണ്. എന്നാൽ മാത്രമേ ഓപ്പറേഷൻ തൂഫാൻ കാസർഗോഡ് ഫലപ്രദമായ രീതിയിൽ വരികയുള്ളൂ. കാസർഗോഡ് തലപ്പാടിയിൽ നിന്നും ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്.